പ്രോഗ്രാമിന്റെ ആ കാർഡ് ഞാൻ സാറിന് കൊടുത്തു. സാർ അതിൽ സ്നേഹപൂർവ്വം കമലിന് എഴുതി. ഞാൻ ഇന്ന് ഓർഡറൊക്കെ എഴുതുന്നത് അങ്ങനെയാ, സ്നേഹപൂർവ്വം ഷൈൻ പേര് മാറ്റി. എന്നിട്ട് സാറ് വണ്ടി എടുത്ത് പോവാന്ന് പറയുമ്പോ ഞാൻ മമ്മിയോട് മമ്മി പറ എനിക്ക് അഭിനയിക്കണമെന്ന് പറയാം. അപ്പൊ മമ്മി പറഞ്ഞു നിനക്കത് അഭിനയിക്കണം, നീ പറഞ്ഞു. സാറ് പേരിട്ടപ്പോ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു സാറാ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. അപ്പൊ സാറ് എന്നിട്ട് റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് വണ്ടി എടുത്തിട്ട് പോയി. ഞാൻ പറഞ്ഞപ്പോ പരിപാടി സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട്, വിളിക്കാട്ടോ എന്ന് പറയുന്നു. ഇതിപ്പോ ഒന്നും പറഞ്ഞില്ല. അതിനുശേഷമാണ് ഞാൻ പിന്നെ പ്ലസ് ടുവിന് കാണാൻ പോയത്. സെബുറാലിയുടെ ഫോൺ നമ്പർ വാങ്ങിയത്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത്. അങ്ങനെ പരീക്ഷയ്ക്ക് മുന്നേ ഞാൻ ഒന്നും കൂടി സാറിനെ കാണാൻ മമ്മീനോട് പറഞ്ഞു. സാറ് എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെറുതെ നമ്പർ ഇട്ടോ ചെയ്താ. അങ്ങനെ എറണാകുളത്തേക്ക് കയറി വന്നു. ലൊക്കേഷനിൽ എത്തിയപ്പോ അന്ന് ഗ്രാമഫോണിന്റെ ഷൂട്ട് എടുക്കും, ദിലീപേട്ടൻ്റെയും നീരജാസിന്റെ ഒക്കെ. അവിടെ ചെന്നപ്പോ എനിക്ക് പന്തി എല്ലാം തോന്നി. ആദ്യമായിട്ടാണ് ഞാൻ ലൊക്കേഷൻ കാണാൻ എന്റെ കൈയും കാലം മറിക്കാൻ തുടങ്ങി. ഇതിപ്പോ ചാൻസ് ചോദിക്കണ പോലെ ഓണാക്ട് കളിക്കുന്ന പോലത്തെ പരിപാടിയല്ലല്ലോ. ഇത്രയും ആൾക്കാരും ലൈറ്റും ബഹളവും ഇതിൻ്റെ ഉള്ളിൽ എന്തഭിനയിക്കാനാണ്. ഞാൻ സാറിനെ നോക്കിയാണ്. സാറ് ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് പോകും, ഒരു കൂട്ടം ആൾക്കാർ എന്താണെന്ന് വ്യക്തമല്ല. അപ്പൊ ഞാൻ ആ കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ ഹൈറ്റ് പറഞ്ഞാൽ എന്റെ ഉള്ളിൽ കയറി പറ്റും. പോകുമ്പോ ലിഫ്റ്റ് അടഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോൾ സുഖേട്ടൻ ഇപ്പുറത്ത് അത്യാവശ്യം തടി കമൽ സാറ്. ഞാൻ ഇതിന്റെ ഇടയിൽ സാറേ ഞാൻ ചാക്കോച്ചേട്ടന്റെ മോൻ ടീച്ചറിന്റെ ആനപ്പടിയിലുള്ളത്. നീ എന്താ ഇവിടെ? അല്ല സാറേ എനിക്ക് സാറിന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യണം. എനിക്ക് പരീക്ഷ അല്ലേ, കാരണം പബ്ലുവിന് പരീക്ഷ എന്നുള്ളത് അറിയാം. പ്ലസ് ടുവിന്റെ പോയി പരീക്ഷ എഴുതിട്ട് വാന്ന് പറഞ്ഞു. അത് കേട്ടത് ഞാൻ പിന്നെ അവിടെ നിന്നില്ല. ഞാൻ പോയി പരീക്ഷ എഴുതിയിട്ട് വാ എന്നുള്ള വാക്കിലാണ് ഞാൻ പിടിച്ചത്. ഒറ്റ പോക്ക് പോയി വീട്ടിലെത്തി. മമ്മിയെ റെഡി ആയിട്ടുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സാറിന്റെ സിനിമയിൽ എടുത്തിട്ടുണ്ട്, പരീക്ഷ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ. മമ്മി പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചു ചോദിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ബാക്കി പിന്നീട് ഞാൻ കാത്തിരിപ്പ്. കാരണം അടുത്ത പടം ആവണ്ടേ, അടുത്ത പടത്തിലേക്ക് അടുത്ത പടം ആവാന്നാണ് പറഞ്ഞത്.